ഹായ് ഹലോ ഞാനിന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും ഫാമിലി എല്ലാവരും കൂടി ലുലു മാൾ കാണാനായിട്ട് ലുലു മാളല്ലല്ലോ ലുലു ഹൈപ്പർ മാർക്കറ്റ് കാണാനായിട്ട് ഡ്രീം മാളിലേക്ക് വരണമെന്ന് പറഞ്ഞ് റെഡിയായി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ എന്തായാലും റോഡൊക്കെ ക്രോസ് ചെയ്ത് വന്നപ്പോഴത്തേനും നമ്മുടെ ടീംസ് എല്ലാം കയറി ഷോപ്പിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മുന്നേ ഒരിക്കൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും സാധനങ്ങളൊന്നും വാങ്ങിക്കൊടുത്തില്ല, അച്ഛൻ വരുമ്പോഴാവാന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയ അവസരം പിള്ളേർ രണ്ടും നന്നായിട്ട് മുതലെടുക്കുന്നുണ്ടായിരുന്നു. അച്ഛന് പിന്നെ മക്കൾ എന്തെടുത്ത് കാണിച്ചാലും അത് അപ്പോഴേ വാങ്ങിച്ചെടുക്കുന്നൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയല്ല കേട്ടോ, എൻ്റെ അടുത്ത് നിന്ന് വാങ്ങണമെങ്കിൽ ഇച്ചിരി നന്നായിട്ട് കഷ്ടപ്പെട്ടാലേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് മീറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല വിലക്കുറവാണ് കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള സാധനം മസാലയെല്ലാം പുരട്ടി വെച്ചേക്കുന്നത് നമ്മൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. മസാലയെല്ലാം അവർ റെഡിയാക്കി തന്നെ തരും, നമ്മൾ കൊണ്ടുപോയി പിന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാനും ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനും ഒക്കെ ഉള്ള സാധനങ്ങൾ ഞാൻ അവിടെ നിന്ന് എടുത്തു. പിന്നെ നമ്മൾ ഉണ്ടമുളക് കുറച്ച് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ. നല്ല ലാഭത്തിനായിരുന്നു കേട്ടോ. പക്ഷേ നല്ല കിലോയ്ക്ക് നല്ല വില ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു പിടി എടുക്കുന്നതിൽ അത് ലാഭത്തിന് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് സാധനങ്ങളെല്ലാം പറക്കി എടുത്തിട്ട് നേരെ നമ്മൾ മോളിലേക്ക് ഫുഡ് കോർട്ടിലേക്ക് പോയി കേട്ടോ. ട്രോളി പിടിച്ചുകൊണ്ട് നടക്കുന്ന ബാലമോളാണ് കേട്ടോ. അതിപ്പോൾ എവിടെ പോയാലും അവളുടെ പണിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുറച്ച് സാധനങ്ങൾ വേറെ ക്യാൻഡീസൊക്കെ മേടിക്കാനായിട്ട് പോയിട്ടുണ്ട്. പിള്ളേർക്ക് എന്തൊക്കെ കാണുന്നോ അതെല്ലാം അങ്ങ് വാങ്ങിച്ചു കൊടുക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ശ്രീയേട്ടൻ വച്ച് പോരുന്നത്. അത് നല്ലതല്ല, കാരണം പുള്ളിക്കാരൻ പോയി കഴിയുമ്പോൾ എനിക്കിട്ട് പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് എൻ്റർടൈൻ ചെയ്യാറുമില്ല. അങ്ങനെ മോമോസിനും ഫ്രൈഡ് ചിക്കനും ഓർഡർ കൊടുത്തു. നമ്മൾ ചിക്കിങ്ങിലാണ് ഫ്രൈഡ് ചിക്കൻ ഓർഡർ കൊടുത്തത്. ഇതെല്ലാം ഓർഡർ കൊടുത്തിട്ട് അവിടെ ഇരുന്നപ്പോൾ കാണാം, അതാ നമ്മുടെ കോളേജിലെ ടീംസ് എല്ലാം കൂടി സെൻഡ് ഓഫ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ അവിടെ ഫുഡ് കോർട്ടിൽ വന്നേക്കും. അപ്പോൾ എന്നെല്ലാം അവിടെ പോകുവാണെങ്കിലും കോളേജിലുള്ള ആരെങ്കിലും ഒക്കെ അവിടെ കാണും. അങ്ങനെ ശ്രീയേട്ടൻ പോയി അമ്മയ്ക്ക് ആര്യാസിന്ന് മസാല ദോശയും നല്ല കിടിലൻ കോഫിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് വരാൻ കുറച്ച് അധികം സമയം എടുക്കും. നമ്മൾ മോമോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൈഡ് മോമോ ആണ് ഓർഡർ ചെയ്തത്. പേഴ്സണലി ഞാൻ മോമോയുടെ വലിയ ഫാനാണ് കേട്ടോ. എനിക്ക് സ്റ്റീംഡ് മോമോ ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇവിടുത്തെ സ്റ്റീംഡ് മോമോയുടെ ടേസ്റ്റ് അത്ര കൊള്ളാത്തതുകൊണ്ട് ഞാൻ ഫ്രൈഡ് ട്രൈ ചെയ്തു. നല്ലതായിരുന്നു കേട്ടോ. മക്കൾ രണ്ടുപേരും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീയേട്ടന് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഫ്രൈഡ് ചിക്കൻ വന്നപ്പോഴത്തേനും പുള്ളിക്കാരന് ഇഷ്ടമായി. അങ്ങനെ എല്ലാവരും ഞങ്ങൾ അതിൽ നിന്ന് പിടിച്ചു പറിച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഫുഡെല്ലാം നല്ല അടിപൊളി കിടലുമായിരുന്നു. പിന്നെ ജാനുമോളുടെ കയ്യിൽ ആ ഗ്രേപ്പിൻ്റെ ജ്യൂസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ അത് എപ്പോൾ കാണുമ്പോൾ ലുലു നമ്മൾ അത് കാണുമ്പോൾ അവളങ്ങ് എടുക്കും. പക്ഷേ അത് കുടിച്ചിരിക്കുന്ന മൊത്തം ഞാൻ അറിയും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ പൊതുവേ ഇപ്പോൾ ചൂട് കാരണം നല്ല വെള്ളം ദാഹം അല്ല. ഇതിന് സ്പൈസി ഫുഡൂടെ കഴിച്ചപ്പോഴത്തേനും നല്ല വെള്ളം ദാഹം കാരണം ഞാൻ അവിടെ ഇരുന്ന മിനറൽ വാട്ടറും ഈ ജ്യൂസും എല്ലാം അങ്ങ് കുടിച്ചേർക്കുന്നുണ്ടായിരുന്നു. നല്ല കിടിലം ഫുഡായിരുന്നു കേട്ടോ. ബാലമോൾ ആദ്യമായിട്ടാണ് മോമോ കഴിക്കുന്നത്. പക്ഷേ അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കഴിക്കില്ലെന്നാണ് ഞാൻ വിചാരിച്ചു. എരിവ് കൂടുതലൊക്കെ ഉള്ളതുകൊണ്ട് ഇനി കഴിക്കത്തില്ലയോ എന്ന് വിചാരിച്ചു. പക്ഷേ പുള്ളിക്കാരി അത് ആസ്വദിച്ച് കഴിച്ചു. ഒരു മോമോ ഫുള്ളും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്രൈഡ് ചിക്കൻ വന്നപ്പോഴത്തേക്ക് ഒരു ബക്കറ്റ് നിറച്ച് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ലാവിഷായിട്ട് വേറെ നിറക്കി കഴിക്കാനായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നല്ലൊരു ഫാമിലി ടൈമായിരുന്നു കേട്ടോ. ഈ ഫുഡ് കോർട്ടിലിരുന്ന് അങ്ങ് എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ചു. നല്ലൊരു വൈബായിരുന്നു, നല്ല സന്തോഷമായിരുന്നു. അങ്ങനെ വിശാലമായി ഫുഡെല്ലാം കഴിച്ച് അവർ ലിഫ്റ്റ് കയറി പോയി. ക്ലോസ്ട്രോഫോബിയ അടിച്ച് ഭ്രാന്തെടുത്ത് കിടക്കുന്ന ഞാൻ എന്തായാലും ലിഫ്റ്റ് കയറിയ സീനാവുന്നുള്ളതുകൊണ്ട് പയ്യെ സ്റ്റെപ്പ് ഇറങ്ങി ഒറ്റയ്ക്ക് പോയി കേട്ടോ. അങ്ങനെ ക്ലോസ്ട്രോഫോബിയ ഉള്ള ആൾ എത്തിയിട്ടും ബാക്കിയുള്ളവർ എത്തിയില്ല. അവർ ലിഫ്റ്റിൽ വരുന്നത് താമസിച്ചു കേട്ടോ. ഞാൻ നേരത്തെ ഓടിഞ്ഞെത്തി. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ബാഗൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അവിടെ ഫ്രണ്ടിലത്തെ കൗണ്ടറിൽ നിന്ന് ബാഗെല്ലാം എടുത്തിട്ട് നേരെ അങ്ങ് വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ വൈകുന്നേരം ഇച്ചിരി ഒന്ന് ലേറ്റ് ആയിട്ട് ഇറങ്ങിയപ്പോഴത്തേനും നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്ത് ചില്ലാവാൻ പറ്റിയൊരു സ്പോട്ടാണ്. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ.